ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ചോക്ലേറ്റ് സ്പ്രെഡ്. ഇത് കുട്ടികളുടെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചോക്ലേറ്റ് സ്പ്രെഡിൻ്റെ ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ കൂടുതലും അടങ്ങിയിരിക്കുന്നത് ഷുഗറാണ്. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്ക് വാങ്ങി കുട്ടികൾക്കും നമ്മളും കഴിക്കുന്നത് അത്ര ഹെൽത്തി അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചോക്ലേറ്റ് സ്പ്രെഡ് വീട്ടിലുണ്ടാക്കിയെടുക്കാം ഹെൽത്തി ആയിട്ട്. ഇതിൽ ഞാൻ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി ഹെൽത്തിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ലക്ഷ്മി. കൂടുതലും കുട്ടികൾക്ക് പറ്റിയ ഹെൽത്തി റെസിപ്പീസാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടാക്കാനായിട്ട് സാധാരണ ഹേസൽനട്ടാണ് യൂസ് ചെയ്യുക. നമ്മുടെ അവിടെ ഹേസൽനട്ട് കിട്ടാത്തതുകൊണ്ട് ഞാനിന്ന് ആൽമണ്ട്സ് ബദാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് മെഷറിംഗ് കപ്പിൽ 1 കപ്പ് അളന്നെടുത്തതാണ്. ഇനിയിപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ബൗളിൽ 1 ബൗൾ എടുക്കുക. ആൽമണ്ട്സ് ഇല്ലാത്തവരാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കപ്പലിൻ്റെ ഉപയോഗിക്കാം. ഇതുപോലെ വറുത്തെടുത്തിട്ട് ചെയ്യാം. ആദ്യം ഒരു പാൻ വെച്ച് ചൂടാക്കണം. ഒരു ചുവട് കട്ടിയുള്ള പാൻ വേണം. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ആൽമണ്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. നല്ല റോസ്റ്റായിട്ട് വരണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഞാൻ ഇന്ന് ഇതിലും മധുരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ്സ് ആണ് ചേർക്കണേ. പിന്നെ ഇപ്പോൾ ഡേറ്റ്സ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം മധുരം ചേർക്കാം. ശർക്കര പൊടിച്ചതോ അല്ലെങ്കിൽ ഷുഗറോ ഇത് വേണമെങ്കിലും ചേർക്കാം. കപ്പലിൻ്റെ ആണ് നിങ്ങൾ ഉപയോഗിക്കണമെന്ന് വെച്ചെങ്കിൽ ഒരു കപ്പലിൻ്റെ എടുക്കുക, വറുക്കാത്ത പച്ചക്കപ്പലിൻ്റെ. എന്നിട്ട് ഇതുപോലെ വറുത്തെടുക്കുക. അതിനുശേഷം അതാവുമ്പോൾ നമുക്ക് തൊലി കളഞ്ഞെടുക്കേണ്ടി വരും. വറുത്തെടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒരു ബ്രൗൺ കളറൊക്കെ വരുമ്പോൾ വേണം നമ്മളിത് ഓഫ് ചെയ്യാനായിട്ട്. കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ. ഒരു ബ്ലാക്ക് കളർ വന്ന് തുടങ്ങി എല്ലാത്തമ്മയും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടാൻ തുടങ്ങും. അപ്പോൾ വേണം നമ്മളിത് ഓഫ് ചെയ്യാനായിട്ട്. ഇപ്പം എല്ലാം ഒന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായി ചൂടാറി വരണം. അതിന് ശേഷം വേണം നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായി ചൂടാറട്ടെ. ഇതിപ്പോൾ അത്യാവശ്യം ചൂടാറി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ കൈ കൊണ്ട് തൊടുമ്പോൾ നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഒരു ചൂട് വേണം. ഇനി ഇത് നമുക്ക് അടിച്ച് ആൽമണ്ട് ബട്ടറാക്കി എടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ബൗളാണ് നമ്മൾ എടുക്കേണ്ടത്. നല്ല ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. ഇതിലേക്ക് നമുക്ക് ഈ ആൽമണ്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ കപ്പലിൻ്റെ എടുത്തവരാണെങ്കിൽ കപ്പലിൻ്റെ ഇതുപോലെ നന്നായി വറുത്തെടുക്കുക. വറുത്തിട്ട് അതിൻ്റെ തൊലി കളയുക. നമ്മൾ പീനട്ട് ബട്ടർ ഉണ്ടാക്കില്ലേ, സെയിം പ്രോസസ്സ് തന്നെ. അതിൻ്റെ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ആൽമണ്ട്സ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ആൽമണ്ട് ബട്ടർ ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്നിട്ട് അത് വെച്ചിട്ടാണ് ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടാക്കുന്നത്. ഡേറ്റ്സ് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് അരഞ്ഞെടുക്കണ്ട. ആദ്യം തന്നെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ആ ഫസ്റ്റ് ബട്ടണിൽ ഒന്ന് 2-3 പ്രാവശ്യം അമർത്തി ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ആൽമണ്ട്സ് നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ആ പൾസ് ബട്ടൺ ഒരു 3-4 പ്രാവശ്യം അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടറാക്കി എടുക്കാൻ കുറച്ചൊരു നനവ് വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. കോക്കനട്ട് ഓയിൽ, നമ്മുടെ വെളിച്ചെണ്ണ. ഇനിയിപ്പോൾ റിഫൈൻഡ് ഓയിൽ ചേർക്കേണ്ടവർക്ക് അതും ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ട് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും വെളിച്ചെണ്ണയുടെ. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരം ഓയിൽ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ. അപ്പോൾ അത് ചേർത്തിട്ട് ഞാൻ വീണ്ടും ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ ആയി വരുന്നത് വരെ അടിക്കണം. അപ്പോൾ ആദ്യം 2-3 പ്രാവശ്യം നമ്മൾ ആ പൾസ് ബട്ടൺ ഒന്ന് അമർത്തിയതിന് ശേഷം നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. അപ്പം ഞാനിതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് പൾസ് ബട്ടൺ നന്നായിട്ട് പ്രസ് ചെയ്തു 2-3 പ്രാവശ്യം. അതിന് ശേഷം സ്പീഡ് കൂട്ടി നന്നായിട്ട് ഇതുപോലെ ബട്ടർ ആവുന്നത് വരെ അടിച്ചെടുക്കുക. 2-3 മിനിറ്റ് അടിച്ചെടുത്താൽ മതി. നമ്മളിപ്പോൾ ഇതിൽ ഓയിൽ ആഡ് ചെയ്തുകൊണ്ട് നന്നായിട്ട് പെട്ടെന്ന് ആയി കിട്ടും.
ചൂടോടെ കൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചെറിയ ചൂട് വേണം നമ്മൾ ചെയ്യുന്ന ആൽമണ്ട് ആണെങ്കിലും പീനട്ട് ആണെങ്കിലും. എന്നാൽ മാത്രമേ അതിൽ നിന്ന് പെട്ടെന്ന് ഓയിൽ റിലീസായിട്ട് ഇതുപോലെ ബട്ടറായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൽമണ്ട് ബട്ടർ. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ സാധാരണ പീനട്ട് ബട്ടർ കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് ആൽമണ്ട് ബട്ടറും അതുപോലെ തന്നെ കാഷ്യൂ ബട്ടറും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാം. നമുക്ക് സ്പ്രെഡായിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയിലൊക്കെ തേച്ചൊക്കെ കൊടുക്കാവുന്നതാണ്. എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു കുട്ടികൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്നില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാമെന്ന്. അപ്പോൾ ഇതുപോലെ ആൽമണ്ട് ബട്ടറൊക്കെ ആക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും. ഇനി ഇത് നമ്മൾ ചോക്ലേറ്റ് സ്പ്രെഡ് ആക്കി എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഇതാവശ്യമുള്ളവർക്ക് ഇത് വേണമെങ്കിൽ ആൽമണ്ട് ബട്ടർ ആക്കിയിട്ട് തന്നെ ഇങ്ങനെ തന്നെ നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം. വേണമെങ്കിൽ ഇത്തിരി തേനും ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി സ്മൂത്ത് ആവുകയും ചെയ്യും, അതിൻ്റെ ഉള്ള ആ ഒരു മധുരം കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം. ഇനിയിപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇനി ചോക്ലേറ്റ് സ്പ്രെഡ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടാക്കാൻ നോക്കാം. ഇനി ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഡേറ്റ്സ് ആണ് മധുരത്തിന് വേണ്ടി ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ 1 കപ്പ് ഡേറ്റ്സ്, ഏകദേശം ഒരു 20 ഡേറ്റ്സ് ഉണ്ട്. 20 ഡേറ്റ്സ് കുരു കളഞ്ഞ് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഞാനൊന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. 1 കപ്പ് ഡേറ്റ്സും 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളവും അതിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇതിപ്പോൾ ഒരു അരമണിക്കൂറായി. ഇനിയിപ്പോൾ ഡേറ്റ്സ് കയ്യിലില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം നേരത്തെ നമ്മൾ ബട്ടർ ഉണ്ടാക്കിയപ്പോൾ അതിൽ തന്നെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 മുതൽ 1/2 കപ്പ് വരെ ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സ്പ്രെഡ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, മീഡിയം സൈസുള്ള ജാറ്. അതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളവും ഡേറ്റ്സും കൂടി ചേർക്കാം. സോക്ക് ചെയ്ത് വെച്ച ഡേറ്റ്സ് വേണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് അരച്ചെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ മധുരം കൂടുതൽ വേണം എന്നുള്ളവർക്കാണെങ്കിൽ കൂടുതൽ ഡേറ്റ്സ് ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച ആൽമണ്ട് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് ബട്ടർ ഉണ്ടാവും, ആൽമണ്ട് ബട്ടർ. അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ഷുഗർ ആഡ് ചെയ്തിട്ടാണ് സ്പ്രെഡ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിന് വ്യത്യാസമായിട്ട് ഡേറ്റ്സ് ചേർക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് ഹെൽത്തി ആക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച നട്ട് ബട്ടർ ഫുള്ള് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പ് വരും. ഇതിലേക്ക് ചേർക്കുന്നത് കൊക്കോ പൗഡറാണ്. നമ്മൾ ചോക്ലേറ്റ് സ്പ്രെഡ് ആണല്ലോ, അപ്പോൾ കൊക്കോ പൗഡർ വേണം. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് മിക്സി അടച്ച് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കുക, അതിന് ശേഷം സ്പീഡ് കൂട്ടി ഒരു 2 മിനിറ്റ് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് അടിച്ചെടുത്തു ഹൈ സ്പീഡിൽ. ഇപ്പോൾ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്, നന്നായിട്ട് ബ്ലെൻഡ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ മധുരം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ മധുരം ആഡ് ചെയ്യാം. ഞാനിനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊക്കോ പൗഡറിൻ്റെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ നേരത്തെ ചേർത്തു. ഇതുപോലെ തന്നെ ചെയ്യുക. ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് അടിച്ച് കഴിയുമ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഞാനിനി 1 ടേബിൾ സ്പൂൺ കൂടി ചേർക്കാം. കൊക്കോ പൗഡർ കൂടും തോറും ചിലപ്പോൾ കയ്പ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് ചെയ്യാം. ഇത്തിരി കൂടി മധുരം വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാം, ഓപ്ഷണലാണ്. അല്ലെങ്കിൽ ഡേറ്റ്സിൻ്റെ എണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം. ഞാനിപ്പോൾ 20 ഡേറ്റ്സ് 1 കപ്പ് ഡേറ്റ്സ് ആണ് എടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കപ്പ് ഡേറ്റ്സ് വരെ എടുക്കാം, നല്ല മധുരം വേണം എന്നുള്ളവർക്ക്. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അടിച്ചിട്ട് വരാം. അപ്പോൾ ഇതിനി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് സ്പ്രെഡ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, തിക്ക് ആൻഡ് ക്രീമി ആയിട്ടുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്, അധികം ലൂസും അല്ല അധികം തിക്കും അല്ല. ഇനിയിപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വന്നോളും. ഇനി മധുരം നോക്കിയിട്ട് മധുരം വേണം കൂടുതൽ എന്നുള്ളവർക്ക് കുറച്ചും കൂടി മധുരം ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ശർക്കരപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ മധുരം ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഡേറ്റ്സിൻ്റെ എണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം. ഞാൻ 20 എണ്ണമാണ് എടുത്തത്, 30 എണ്ണം ഒക്കെ എടുത്താൽ കുറച്ചും കൂടി മധുരം കിട്ടും. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള മധുരമാണുള്ളത്. ഇനിയിപ്പോൾ നല്ല മധുരം വേണം എന്നുള്ളവർക്ക് വേണമെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഇത്തിരി കൂടി കൂട്ടാൻ.
ഇതിനി നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചു വെച്ചാൽ ഒരു 10 ദിവസം വരെ ഫ്രിഡ്ജിലിരുന്നോളും. എടുക്കുമ്പോൾ ഇതുപോലെ നനവില്ലാത്ത സ്പൂൺ കൊണ്ടൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നട്ട്സും ഡേറ്റ്സും ഒന്നും കഴിക്കാത്ത കുട്ടികളെ കഴിപ്പിക്കാനായിട്ട് നല്ലൊരു ഐഡിയ ആണ്. നമുക്ക് ചപ്പാത്തിയിൽ സ്പ്രെഡ് ചെയ്തിട്ടോ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തിട്ടോ ബിസ്ക്കറ്റിൽ സ്പ്രെഡ് ചെയ്തിട്ടോ ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പ്രെഡ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.